ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? ഇവിടെ അൽഹംദുലില്ലാ സുഖമായിട്ടൊക്കെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഈ സൺഡേ മാത്രമേ ഉള്ളൂ എന്ന്. സൺഡേ ആകുമ്പോൾ പിന്നെ എല്ലാവരും ഒക്കെ ഉണ്ടാവുമല്ലോ, അതാണ് സൺഡേക്ക് ഒരു പ്രത്യേകത. അപ്പോൾ ഞങ്ങൾ ഈ സാറ്റർഡേ ആയപ്പോൾ തന്നെ ബ്രദറിനെയും വൈഫിനെയും പോയി വിളിച്ചോണ്ട് വന്നു കേട്ടോ. മിക്ക സൺഡേസും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ അവരൊക്കെ വന്നൊരു രസമാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു പായ വിരിച്ച് താഴെ ഇവിടെ കിടപ്പും രസമാണല്ലോ. പിന്നെ സാറ്റർഡേ ഓൾറെഡി ലേറ്റ് ആയിട്ടാവും കിടക്കാം. പിന്നെ സൺഡേ നമുക്ക് 10 മണിക്ക് മതി. അപ്പോൾ പിന്നെ ഒരു കാലിച്ചായലൊക്കെ എല്ലാവരും ഒതുക്കുണ്ടാവും. അങ്ങനെ പിന്നെ ലഞ്ച് നേരത്തെ കഴിക്കണമല്ലോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഈസി പീസി കുക്കർ ബിരിയാണിയാണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ടായിരുന്നു, സംഭവം സെറ്റായിട്ട് വന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നേരത്തെ ഫുഡ് കഴിച്ചിട്ട് വേണം ഒന്ന് പുറത്ത് പോകാൻ എന്നൊക്കെ വിചാരിച്ചത്. പുറത്ത് പോയിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കണം, എന്നിട്ട് വേണം ഓരോരുത്തർ എണീറ്റ് റെഡി ആവാനൊക്കെ. അങ്ങനെ ഓരോരുത്തർ അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു എയർ ഫ്രയർ മേടിക്കണം എന്നുള്ളത്. അത് ഇപ്പോഴാണ് നടന്നത്. അപ്പോൾ എന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നഗറ്റ്സ് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി. അങ്ങനെ അത് വെച്ച് നോക്കിയപ്പോൾ സംഭവം സെറ്റായിട്ട് വന്നു കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പം ഇനി അടി പിടിക്കുമോ കരിയോ എന്നറിയില്ലല്ലോ, അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സംഭവം സെറ്റായിട്ട് വന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി പോയിട്ടാ ഷാർജയിൽ കണ്ടാ ഷോപ്പിങ്ങിന് വേണ്ടിയൊക്കെ പോയത്. എന്താ എന്നിട്ടാണ്ടേ ബെഡ്ഷീറ്റ് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ കയറിയായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഷോപ്സ് ഉണ്ട് ബെഡ്ഷീറ്റിൻ്റെ ഒക്കെയാ. പിന്നെ ഞങ്ങൾ അങ്ങനെ കുറേ നടന്നു, കുറേ കളക്ഷൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടൊക്കെ തന്നെ എടുത്തു, അതിനൊക്കെ പോകുന്നു അവിടെ നിന്ന്. ഇത് രസമുണ്ട്. ഉമ്മാക്കെന്തേ സെറ്റർ പോലെ അല്ലേ? ഓക്കെ, എനിക്കിത് ഇഷ്ടായി. അതിഷ്ടായി. ഇതല്ലേ നല്ല രസം, ഓട്ടം സീസൺ അല്ലേ? ആരുടെ ഇതാണോ ചിഞ്ചാൻ? ഇതാണോ ഡോയമോനാ? ആര്? ഡുബീറ്റേ നുമീറ്റ ഡുബീറ്റ ഞാൻ കാണില്ലല്ലോ. പുളിമുട്ടായോ? അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനൊക്കെ പോവേണ്ട. ഹോർലിക്സ് അല്ലാണ്ട് പിന്നെന്താണുള്ളത്? പിന്നെന്തുള്ള ചമൂച്ച, പിന്നെ മുട്ട ബജി, പിന്നെ എല്ലാവരും അച്ഛനോട് പറഞ്ഞാൽ മതിയാ. അച്ഛൻ മാമില് മതി, മാമില് മാത്രം മതി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ബ്രദറിനെയും വൈഫിനും റൂമിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ദെൻ ബൈ.